മീനച്ചിൽ റിവറിനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. മീനച്ചിലാറിനെ കവണാറെന്നും വളഞ്ഞാറെന്നും ഗുണാനദിയും എന്നൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെ സ്ഥാനം ഇടുക്കി ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ആണ് ആരംഭിക്കുന്നത്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 1097 മീറ്റർ ഉയരമുള്ള ആരക്കുന്ന് മുകളിൽ നിന്ന് ആരംഭിച്ച് വേമ്പനാട് കായലിൽ അവസാനിക്കുന്നതാണ് ഈ നദി. ഇതിൻ്റെ ആദ്യ ഘട്ടത്തിലെ പ്രയാണത്തിൽ, അതായത് 1097 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ ഉയരത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഈ നദി 77 മീറ്റർ സമുദ്രനിരപ്പിലെ 77 മീറ്റർ ആകുമ്പോഴത്തേക്ക് 2345 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഇത് പുറത്തേക്ക് കൊടുക്കുന്നത്. അതിൽ 1210 ക്യൂബിക് മീറ്റർ വെള്ളം ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ വൃഷ്ടിപ്രദേശം 12.72 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ഇനി ഈ മീനച്ചിലാറിനെ വെള്ളം നൽകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന 38 പോഷക നദികളും അവയുടെ ചെറു പോഷക കൈവഴികളും ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടവയെ സംബന്ധിച്ച് മാത്രം ഞാൻ പറയാം. ഒന്ന്, വഴിക്കടവിൽ നിന്ന് ആരംഭിക്കുന്നതും മാർമല, അട്ടിക്കളം, തീക്കോയി ഭാഗത്തു കൂടി ഒഴുകി ഈരാട്ടുപേട്ടയുടെ സമീപം ചേരുന്ന ഒരു കൈവഴി. മറ്റൊന്ന്, ഇല്ലിക്കക്കല്ലിൻ്റെ വടക്ക് ഭാഗത്ത് നിന്ന് ആരംഭിച്ച് മേലിയാവ്, മങ്ങമ്പ്, വാവക്കാട്, ഇടമറവ് വഴി ഒഴുകി എണ്ണാറ്റിൽ നിന്നും സന്ധിക്കുന്ന മറ്റൊരു ശാഖ. മറ്റൊന്ന്, കുരിശമലയുടെ തെക്ക് ഭാഗത്ത് നിന്ന് ആരംഭിച്ച് അടിവാരം, പെരുമ്പളം, പൂഞ്ഞാർ ഭാഗത്തു കൂടി ഒഴുകി എത്തുന്ന മറ്റൊരു പുഴ. മറ്റൊന്ന്, വേങ്ങത്താനം, ചെറുനാട്, കുന്നോന്നി, ചോരത്തലം, പൂഞ്ഞാർ ഭാഗത്തു നിന്ന് ഒഴുകി ഈരാട്ടുപേട്ടയ്ക്ക് മുൻപായി തന്നെ ഈ നദിയിലേക്ക് വന്നു ചേരുന്നു. ഇതിലൊരു കൈവഴി മാത്രം ഈരാറ്റുപേട്ടയ്ക്ക് ശേഷം വന്ന് ചേരുന്നുണ്ട്. അത് ചിറ്റാറാണ്. കാളകെട്ടി, ചമ്മലമറ്റം, തിരുനാട്, മീനച്ചിൽ, കൊണ്ടൂർ വഴി ഒഴുകി മീനച്ചിലാറ്റിൽ വന്ന് ചേരുന്നു. മറ്റ് കൈവഴികൾ, ഒന്ന്, അക്കൽത്തോട്, 500 കലയക്കണ്ടം, നെയ്യങ്ങാനം, പ്ലാശനം വഴി ഒഴുകി പനക്കപ്പാലത്തിനോട് ചേർന്ന് മീനച്ചിലാറിൽ പതിക്കുന്ന ഒരു കൈവഴിയാണ്. മറ്റൊന്ന്, പൊന്നൊഴുകുന്തോട്, ഇടമറ്റം, ഭരണങ്ങാനം ഈ പ്രദേശത്തോടെ ഒഴുകി മീനച്ചിലാറിലേക്ക് ചേരുന്നു. മറ്റൊന്ന്, ലാലംതോട്, ലാലം പാലാ ഭാഗത്തുകൂടി ഒഴുകി പാലാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടുപുറകായി നദിയിലേക്ക് ചേരുന്നു. മറ്റൊന്ന്, മീനച്ചിലത്തോട്, ചെങ്ങളം, ഉരുളികുന്നം, ഞണ്ടുപാറ, പൈക, ഭൂരണി ഈ സ്ഥലത്തുകൂടി ഒഴുകി എറണാകുളത്ത് സെൻറ് ജോൺസ് കോളേജിൻ്റെ പിന്നിലായി ഈ പുഴയിലേക്ക് ചേരുന്നു. മറ്റൊന്ന്, ചകിണിത്തോട്, മാരട, ചേർപ്പുകൾ വഴി ഒഴുകി ചേർപ്പങ്ങൾ പാലത്തിനടുത്ത് വന്ന് മീനച്ചിലാറിലേക്ക് സന്ധിക്കുന്നു. മറ്റൊന്ന്, പന്നകന്തോട്, കൈവഴികളിൽ ഏറ്റവും ദൈർഘ്യമുള്ള കൈവഴിയാണിത്. 30 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം. KK റോഡിലെ 14 മൈലിൻ്റെ അടുത്ത ഭാഗത്തു നിന്ന് ഉത്ഭവിച്ച് മാണപ്പാട്, മറ്റക്കര, അറുമാന്നൂർ, അയർക്കുന്ന, പുന്നത്ര, കിടങ്ങൂർ ഭാഗത്തു കൂടെ ഒഴുകി മീനച്ചിലാറിലേക്ക് പതിക്കുന്നു. മറ്റൊന്ന്, കട്ടച്ചിറത്തോട്, കട്ടച്ചിറ, അത് അവിടെ നിന്ന് ആരംഭിച്ച് കുളവലിങ്ങാട് നിന്ന് ആരംഭിച്ച് കട്ടച്ചിറ, കടപ്പൂർ വഴി മീനച്ചിലാറിലേക്ക് പതിക്കുന്നു. മേൽപ്പറഞ്ഞ നദിയിൽ കൂടി ഒഴുകിയെത്തുന്ന വെള്ളമാണ് മീനച്ചിലാറിനെ സമ്പന്നമാക്കുന്നത്. ഈ നദി ഒഴുകിയെത്തുന്ന പ്രദേശങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും താഴെ പറഞ്ഞതാണ് ഇതിലായിരുന്നു നമ്മൾ പഠനം നടത്തിയിരുന്നത്. ഒന്ന്, തിരുനാട് ഗ്രാമപഞ്ചായത്ത്. അടുത്തത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി. 3, തലപ്പലം ഗ്രാമപഞ്ചായത്ത്, ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത്, മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത്, പാലാ മുനിസിപ്പാലിറ്റി, മുത്തോലി ഗ്രാമപഞ്ചായത്ത്, കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത്, ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി, അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത്, കോട്ടയം മുനിസിപ്പാലിറ്റി, വിജയപുരം ഗ്രാമപഞ്ചായത്ത്, തിരുവാറൂർ ഗ്രാമപഞ്ചായത്ത്, അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത്, ഐമനം ഗ്രാമപഞ്ചായത്ത്. ജലസമൃദ്ധിയുടെ കാലത്ത് കെട്ടുവളങ്ങളും മറ്റുമൊക്കെ ഈ നദിയിൽ കൂടി സഞ്ചരിച്ചിരുന്നു. വെള്ളം കുറഞ്ഞതോടെ നദിയിൽ കൂടിയുള്ള ഗതാഗതവും കുറഞ്ഞു. അതുപോലെ തന്നെ കരമാർഗം സുഗമമായി പ്രവർത്തിക്കാവുന്ന രീതിയിൽ ആയ റോഡുകളുള്ളതുകൊണ്ട് തന്നെ ഈ ജലമാർഗം വിസ്മയിലാകുകയും ചെയ്തു. ഇനി മീനച്ചിലാറിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് ഉള്ള സൂചന മാത്രമേ ഞാൻ നൽകുന്നുള്ളൂ. ഒരു കാലത്ത് ഈ നദി ജലസമൃദ്ധമായിരുന്നു. അതിൽ ഒരു അണക്കെട്ട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളും ചില കാര്യങ്ങൾ നടന്നിരുന്നു.
അക്കാലത്ത് നദീ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സന്നദ്ധ സംഘടനകളും വ്യക്തികളും പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ പിന്നാലെ കേരളത്തിലാങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടേറെ സംഘങ്ങളും വ്യക്തികളും പരിസ്ഥിതി പ്രവർത്തകരും ഇതിൻ്റെ പിന്നിലായി അണിനിരുന്നു. അതിൽ ചില വ്യക്തികളുടെ പേരുകൾ മാത്രം ഞാനെന്ന് പറയാം. ഒന്ന് സീനിയർ സയൻറ്റിസ്റ്റ്. ഇവരൊക്കെ കൂടെ നദീ സംരക്ഷണ പ്രവർത്തനങ്ങൾ, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം ഇവയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി എല്ലാ ആളുകളെ ധരിപ്പിക്കാനിടയായി. അതുവഴിയായി ഒട്ടേറെ പരിസ്ഥിതി സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും ഈ പ്രദേശങ്ങളിൽ തന്നെ വരികയും ചെയ്തു. അതിൽ പ്രധാനമായും അങ്ങോട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സംഘടനകളുണ്ട്. അവരെ സംബന്ധിച്ച് മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. അതിലൊന്ന് മീനച്ചിൽ നദീ സംരക്ഷണ സമിതി, മറ്റൊന്ന് മീനച്ചിൽ ജലസംരക്ഷണ സമിതി, സേവ് മീനച്ചിൽ, കാവൽമാടം, ഭൂമിക. ഇവയൊക്കെ തന്നെ മീനച്ചിലാറുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവയാണ്. മീനച്ചിലാറിൻ്റെ ജലസമ്പത്തും മറ്റുള്ള കാര്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു. അതുകൂടാതെ കോളേജ്, ഹൈസ്കൂളുകൾ എന്നിവയിലുള്ള നേച്ചർ ക്ലബ്ബുകൾ, പരിസ്ഥിതി സംഘടന ഇവരൊക്കെ ആയിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നവരുമാണ്. ഫെൻസിംഗ് നേച്ചർ ക്ലബ്ബ്, കേരള നദീ സംരക്ഷണ സമിതി, കുമരകം നേച്ചർ സൊസൈറ്റി, നേച്ചർ ക്ലബ്ബ്, കോട്ടയം. ഇവരൊക്കെ ഈ സംഘടനകളൊക്കെ തന്നെ മീനച്ചിലാറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. ഈ മീനച്ചിലാറിൻ്റെ തുടക്കവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത്, അതായത് വഴിക്കടവ് ഭാഗത്തുള്ള നദിയുടെ ഒരവസ്ഥ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സ്ലൈഡാണ്. മീനച്ചിലാറിലേക്ക് വന്നെത്തുന്ന ഒരു കൈത്തോട് അടുക്കൻ ഭാഗത്തുള്ളതാണ്. കൃഷിയിടങ്ങളാണ് അതിൻ്റെ ഇരുഭാഗവും. ജലസമൃദ്ധിയുടെ കാലത്ത് മീനച്ചിലാർ ഈ രൂപത്തിലായിരിക്കും. വേനൽക്കാലം എത്തുന്നതോടെ ജലസമ്പത്ത് കുറയുകയും അതിലെ മണൽ ഇങ്ങനെ ഉയർന്നു വരികയും ചെയ്യും. മണലില്ല, അവിടെ കല്ലുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. താങ്ക് യു. ആദ്യമായി പറയുന്നത് ഇവരുള്ള സ്റ്റഡീസിന് ഈ കാലഘട്ടത്തിൽ പ്രധാനം നേടി വരുന്നു. കാരണം നമ്മുടെ പൊതു സംരക്ഷിക്കുക എന്ന് പറയുന്നത്, കോമൺസ് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ലോകമെമ്പാട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ റിവർ ബാങ്ക്സ്, നദിയുടെ തീരപ്രദേശങ്ങൾ, അതുപോലെ അതിൻ്റെ ഏറ്റവും ലോലമായിരിക്കുന്ന, ഫ്രജൈലായിരിക്കുന്ന പ്രദേശങ്ങൾ, ഇതിൻ്റെ മണ്ണൊലിച്ചിൽ കൂടുതലുള്ള പ്രദേശങ്ങൾ അതുപോലെ തന്നെ ഒരുപക്ഷെ പഞ്ചായത്തുകളും, അപ്പർ റിക്കവറിയൻ പഞ്ചായത്തുകളും ലോവർ റിക്കവറിയൻ പഞ്ചായത്തുകളും ഇത് തമ്മിലൊക്കെ ഈ റിസോഴ്സ് എങ്ങനെ പങ്കുവയ്ക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് വിശദമായി ചർച്ചകൾ നടത്തുന്നതായിട്ടുണ്ട്. കാരണം പലപ്പോഴും അപ്പർ റിക്കവറിയൻ പഞ്ചായത്തിൽ നിന്നാണ് സാൻഡ് ഒഴുകി വരുന്നത്. ഇല്ലാത്തതായ ആ റിപ്പോർട്ടിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടങ്ങൾ ഒരുപക്ഷെ ഈ റിവർ ബാങ്ക് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് അവരെടുക്കേണ്ട സമീപനം ഒക്കെ വളരെ നിർണായകമാണ്. പൊതുവെ പറയുന്നത് പങ്കാളിത്തത്തോടു കൂടി ഇങ്ങനെ ഉള്ള പ്രദേശങ്ങൾ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷെ കേരളത്തിൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമസഭകൾ വഴി പൊതു സ്വത്ത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് അസാധ്യമായി തീർന്നിരിക്കും. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്, പിന്നെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ അതിശക്തമായ വിധം ഉപയോഗിച്ച് മാത്രമാണ് പലപ്പോഴും ഈ മേഖലയിൽ ഇടപെടാൻ സാധിക്കുന്നത്. ജനകീയ ഇടപെടലുകൾ പലതും എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല പരാജയപ്പെട്ട ഒരു മേഖലയാണ് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് കാണുന്നത്. പക്ഷെ ലോകമെമ്പാടും എല്ലാവരും പറയുന്നത് പങ്കാളിത്തത്തോടുകൂടി നമുക്ക് ഈ പൊതു സ്വത്ത് സംരക്ഷിക്കാൻ സാധിക്കും. ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ ക്യൂരിയസ് അതുകൊണ്ട് ഇന്ത്യ